സാധകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മീ ടു മീ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിലുടനീളം ധ്യാന സാധകരും ധ്യാന ഗുരുക്കന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ടാണ് കൂടുതൽ സത്സംഗങ്ങളിൽ ഏർപ്പെടുന്നത്. സത്സംഗം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സാധനാ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് എന്തെല്ലാം അറിവുകളാണോ അല്ലെങ്കിൽ എന്തെല്ലാം ഇൻഫർമേഷനാണോ നമുക്ക് കിട്ടേണ്ടത്, അതാണ് നമ്മുടെ മീ ടു മീ ചാനൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ധ്യാന സാധകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഉണർവ് നൽകുന്ന സ്ഥലങ്ങൾ സമാധി സ്ഥലങ്ങളാണ്. കാരണം ഗുരുക്കന്മാർ, സമാധി ആയ ഗുരുക്കന്മാർ അവരെല്ലാവരും സഞ്ചരിച്ചൊരു പാതയുണ്ട്. അവരുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി ആ ഒരു ലക്ഷ്യത്തെ നേടിയ ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു സാധകന്, ഉപാസന ചെയ്യുന്നവന് തീർച്ചയായും അതിൻ്റെ പ്രയോജനമുണ്ടാകും. കാരണം ആ ഒരു വൈബ്രേഷൻ അത്രത്തോളം നിലനിൽപ്പുണ്ട്, എപ്പോഴും ആ ഒരു വൈബ്രേഷൻ അവിടെ തന്നെ നിലനിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു സമാധി സ്ഥലമാണ്. കോമ്പസ്വാമികളുടെ സമാധി സ്ഥലമാണ്. കന്യാകുമാരി ജില്ലയിലെ ഈത്താമൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പം ഇന്ന് എത്തി നിൽക്കുന്നത്. ബീച്ചിനോട് ചേർന്ന സ്ഥലമാണ്. ഇന്നിപ്പം നമ്മൾ ഈ കോമ്പസ്വാമി സമാധിയിൽ കോമ്പസ്വാമികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ സമാധി മണ്ഡപത്തിലെ ഈ സമാധി സ്ഥലത്തെ ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും എല്ലാം നമുക്ക് കൂടുതൽ അറിയാം. പക്ഷേ നമ്മൾ തുടക്കത്തിൽ നമ്മളിവിടെ വന്ന് കയറിയപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സാധകന് എങ്ങനെയാണ് ഒരു സമാധി സ്ഥലത്ത് പോകുമ്പോൾ ലഭിക്കുന്ന ഒരു ഊർജം എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ കയറി വന്നപ്പോൾ തന്നെ ആ ഒരു ഊർജം, ഒരു ഉപാസകനായ നമുക്ക് ആ ഒരു ഊർജം കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ശാന്തമായിട്ട് ഉള്ളൊരു അന്തരീക്ഷം, ആ ഒരു പോസിറ്റീവ് എനർജി, ഇതെല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഈ സമാധി ക്ഷേത്രം അടയ്ക്കാറില്ല, തുറന്നു തന്നെയാണ് ഇട്ടിരിക്കുന്നത് എപ്പോഴും. ഉപാസകർക്ക് വന്ന് ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യാനും അവരവരുടെ ഉപാസന പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഇവിടെയുണ്ട്. അതാണ് ശരിക്കും ഒരു സമാധി സ്ഥലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപാസകർക്ക് എപ്പോഴും ഏത് നിമിഷവും എപ്പോഴും വേണമെങ്കിലും വന്ന് അവരുടെ ഉപാസന പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് സമാധി സ്ഥലങ്ങളിൽ ലഭിക്കുന്നത്. അപ്പം ഈ സമാധി സ്ഥലത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇവിടുത്തെ വൈസ് പ്രസിഡൻറ്റ് ഇപ്പോൾ ഇവിടെയുണ്ട്, കൃഷ്ണപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. നമസ്തേ. ഈ നമ്മുടെ കോമ്പസ്വാമി, അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ ബാല്യകാലം, അതിനെക്കുറിച്ചെല്ലാം ഒന്ന് വിശദീകരിക്കാം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്, അതിനെക്കുറിച്ചെല്ലാം. വിത്തനായി തിരിഞ്ഞ ശുദ്ധ ബ്രഹ്മമേ പോറ്റി, കോമ്പയത്തനെ പോറ്റി, ഈത്താമൊഴി വളരസേ പോറ്റി, ചിത്തനെ പോറ്റി,
தெய்வ திகம்பரா போற்றி முந்தன் கைத்தலம் அளித்த மண்ணும் கனகமாய் திகழும் போற்றி. நமது ஸ்ரீ கோம்பசுவாமிகள் அவதூதராயிட்டு இவ்வளோ வந்திருந்தாங்க. அவங்க வந்து ஒரு 400 வருஷத்துக்கு முன்னமே அங்கே ஊர்லேருந்து வெளியே போனதாக ஒரு சரித்திரம் சொல்கிறாங்க. அதாவது அவங்க ஊரில் கோம்பை டிஸ்ட்ரிக்டில் தேனி மாவட்டத்தில் கோம்பைன்னு ஒரு சின்ன ஊர், ஒரு நல்ல செழிப்பான ஊர், நல்ல ஆன்மீக வழிபாடெல்லாம் ரொம்ப செய்துட்டுருப்பட ஒரு நல்ல ஊர். அந்த ஊரில் ஜமீன்தார் ஃபேமிலியில் ஒருத்தர் 12 வயசு பையன்லாம் இருக்கும்போது அந்த நிறைய பசு மாடுகள்லாம் அங்கே வச்சுருப்பாங்க. 500, 1000, 2000 பசு மாடு வச்சுருப்பாங்க அவங்க அப்பா வீட்டில். அந்த மாடுகள்லாம் காலையில் மலைக்கு மேயறதுக்காக போயிடும், புல் மேயறதுக்கு மலைக்கு போயிடும். அப்போ வந்து இங்கே காலையில் பால் கறந்துட்டு விடுவாங்க, சாயங்காலம் வந்து பால் கறப்பாங்க. ஒரு பசு வந்து பால் கறக்க அவங்க சம்மதிக்கிறதில்ல. இவர் பல நாள் பார்த்துட்டு அது என்ன ப்ராப்ளம்னு பார்க்கணுன்னு சொல்லி ஒரு நாள் பசுவை ஃபாலோ பண்ணுறாரு. வேல் தலைவாயின்னு சொல்லி ஒரு பேர், அவங்க தாய் தாப்பா சொன்ன பேர் வேல் தலைவாய். ஒரு பசுவை ஃபாலோ பண்ணி அப்படியே போயிட்டுருக்காரு. பசு ஒரு குகைக்குள்ளே போகுது, இந்த ஒரு பசு மட்டும். மிச்ச பசுவெல்லாம் மலைக்கு புல் மேய போயிடுது. குகைக்குள்ளே போனால் அவங்க பார்க்கும்போது அங்கே ஒரு சித்தர் இருக்கிறாரு. அவருக்கு இந்த பசு பால் கொடுக்கும். அவர் அந்த மடுவில் பால் குடிக்கிறாரு. குடித்த பிறகு அவர் பசு வெளியே வந்துடுது. அப்போ இவர் பார்க்குறாரு. பார்த்தோன்னே பார்வையிலே அவர் தீட்சை அடைஞ்சிட்டார். சித்தர்லேருந்து பார்த்ததிலே அவருக்கு தீட்சை அடைஞ்சிட்டார். நேராக வீட்டுக்கு போகிறாரு. விஷயத்தை கதையெல்லாம் சொல்லிவிட்டு தாயார் அம்மாட்ட சொல்கிறாரு, அம்மா நான் வெளியே போகிறேன், என்னை தேடாதங்க, உலகத்தில் ஒன்றுமே இல்லை, நான் வெளியே போகிறேன், என்னை தேடாங்கன்னு சொல்லிட்டு வீட்டில் சொல்லிட்டு அவர் கிளம்பிட்டார். எங்கே போனார் எங்கே வந்தான்னு யாருக்குமே தெரியுது. பாம்பேல ரொம்ப நாள் இருந்ததாக சொல்கிறாங்க. நாங்கள் அங்கே சமாதி இருக்குன்னு கூட சொல்கிறாங்க. நாங்கள் போய் பார்க்க முடியலை. பல ஊர்லையும் போய்ட்டு கடைசியாக அப்படியே சுற்றிட்டே வரும்போது கழுகுமலைன்னு ஒரு ஊர் இருக்குது, திருநெல்வேலி டிஸ்ட்ரிக்ட் தானே. கழுகுமலைன்னு ஒரு ஊர் இருக்குது. கழுகுமலையில் வந்து மாடுகள்லாம் பசு காளை எல்லாம் வியாபாரம் பெரிய மெயின் சென்டர். லட்சக்கணக்கான பசுக்கள் காளைகள்லாம் அங்கே வரும். அதுபோல் உடம்புத்தர்லாம் வருவாங்க விற்கிறதுக்கு. வாங்குறவங்க அது மாதிரி பல பேர் இங்கேருந்து நூற்றுக்கணக்கான வியாபாரிகள் அங்கே போவாங்க. அங்கே போய் வாங்கிட்டு இவங்க ஒரு 1000, 2000 மாடு வாங்கிடுவாங்க. வர்ற வழியிலே வியாபாரம் பண்ணிகிட்டே வந்துட்டுருப்பாங்க ஊரும் சேர வந்து. அந்த மாதிரி ஒரு இடத்துல தங்கி இருக்கும்போது நைட்டில் சாமி பக்கத்தில் உட்காந்துருக்காரு. யாருன்னு தெரியும், யாரோ ட்ரெஸ் இல்லாமல் ஒருத்தர் இருக்கார். அவங்க விரட்டவும் செய்யலை, வான்னு கூப்பிடவும் செய்யலை, உட்காந்து பார்த்துருக்காங்க. நைட்டில் தூங்கியாச்சு. காலையில் எழுந்திரிச்சு பார்க்கும்போது அவங்க நாரூல் வந்து சேர்ந்தாச்சு, ஒழுங்கு சேர் பக்கம் வந்து சேர்ந்தாச்சு நாரூரில். அப்போ இவங்களுக்கு ஒரு ஆச்சு, நம்ம அங்கெல்லாம் படுத்துருந்தோம், அங்கே வந்து இருக்கமேன்னு பெரிய ஒரு ஆச்சரியம். சுற்றிட்டு பார்த்தாங்க, ஒன்றும் இல்லை, சாமி இருக்க பார்த்தாங்க. அப்போ இவருக்கு வேறு எதுவும் சாமியை காலில் தொட்டு கும்பிட்டுட்டு சாமியாக பிறகு தான் அவங்க ஒரு மரியாதை பண்ணிவிட்டு அப்படி நாரூல் வராங்க. நாரூல்னால் கன்னியாகுமரி மாவட்டத்துக்கு கேபிட்டல். நாரூரில் பக்கத்தில் ஒரு 1 கிலோமீட்டர் அந்த வடசேரி ஒரு ஊர் இருக்குது, அங்கே போயிருக்காங்க. தாளக்குடின்னு ஒரு ஊர் 10 கிலோமீட்டர் அந்த பக்கம் இருக்குது. தாளக்குடியில் 2-3 வருஷம் இருந்ததாக சொல்கிறாங்க. எல்லாம் இந்த செவி வெளி கேள்வி தான். சரி, ஒரு 50 வருஷத்துக்கு முந்தி கேட்டதெல்லாம் நாங்கள் சொல்கிறோம், அவ்வளோதான். தாளக்குடியில் ரொம்ப நாள் இருந்திருக்காங்க. விசேஷ சாப்பாடு கிடையாது, ஏதாவது தேவைப்பட்டால் ஹோட்டலில் போய் தான் எடுப்பாங்க, சாப்பிடுவாங்க, யாருமே தடுக்கிறதில்ல. ஒரு ஹோட்டலில் போயிட்டோன்னு சொல்லி அந்த ஹோட்டல் ஓனருக்கு அது ஒரு நல்ல காலம். அவர் பெரிய பண அளவிலையும் உடல் அளவிலையும் குடும்பத்தில் ரொம்ப பெரிய அளவில் வளர்ந்துருவார். பலரும் சாமிக்கு ஆகாரம் கொண்டு கொடுப்பாங்க. ஒரு சிலர்கிட்ட எடுத்து சாப்பிடுவார். பேயம்பழம்னு ஒன்று உண்டு, ஒரு பழம், வாழைப்பழத்தில் பேயம்பழம் விரும்பி சாப்பிடுவார். பெரும்பயறு விரும்பி சாப்பிடுவார். குளிக்கிற கிடையாது, பல் தேய்க்கல ஒன்றும் கிடையாது. ஆனால் துர்நாற்றம் கிடையாது தான். அவ்வளோ தூரம் ஒரு ரொம்ப நாளாக பார்த்துருக்கேங்க. தாளக்குடியில் ரொம்ப நாள் இருந்துட்டு வடசேரி, நாகூர்லேருந்து 1 கிலோமீட்டர் இருக்குது வடசேரி ஏரியாவில் ரொம்ப நாள் சுற்றிருக்காரு. அங்கே வேறாண்டால் படுக்கிறதும் போகிறதும், யாருமே அவரை திட்டுறதோ விரட்டுறதோ கிடையாது. சாமி தானே சொல்லிட்டு எல்லோரும் அவங்கள பாராட்டுவாங்க. எல்லோரும் ஆகாரம் கொண்டு கொடுப்பாங்க. எல்லா ஆகாரங்களும் சாப்பிட்றதில்ல. இதே மாதிரி தான் ஒரு வீட்டில் போயிட்டாருன்னா அந்த வீட்டுக்கான பெரிய க்ஷேமம்னு மனசிலாக்கிட வேண்டியதான். ரொம்ப நாளாக வடசேரியில் இருந்திருக்காரு, ரொம்ப நாள் இருந்திருக்காரு. அப்புறம் ஏதோ திடீர்னு எய்த்தாமலை நோக்கி வந்திருக்காங்க. இங்கே வந்து
ஒரு வருஷம்தான் இருந்ததாக சொல்கிறாங்க. அப்போ இங்கெல்லாம் ஒரே புன்னை மரம், சின்ன காயம் இருக்கும், நல்ல மணல், பயங்கர சூடு, யாருமே மணலில் நிற்க முடியாது. அங்கங்கேயும் மரங்கள் நிற்கும். சாமி வந்து பார்க்குற ரொம்ப பேர் கூடி வருவாங்களாம். வந்து கூடணுன்னா அவர் நிழலில் நிற்க விட்டு நேரம் வெயிலில் போயிருந்துருவார். அவங்கள அவாய்ட் பண்ணுறதுக்கு வேண்டி போய் உட்காந்துருவார். நம்ம கடற்கரையில் பக்கத்தில் கடற்கரை நிறைய மீனவர்கள் நிறைய பேர் இருக்காங்க. அவங்களாம் சாமியை ரொம்ப மதிப்பாக மரியாதை வச்சுருப்பாங்க. கடல்ல இருந்து மீன் பிடிக்கும்போது வலையில் சிலப்போ சாமி வந்துடுவாராம். இப்படி அடிக்கடி நடக்கும். அப்போ அந்த வலையில் வந்தாலும் அந்த வலை ஓனருக்கு நல்ல காலம்னு மனசில் வேண்டியது. அதனால் அந்த நம்ம உள்ளூர்காரங்களோட கடற்கரை வாசிகளுக்கு மீனவ மக்களுக்கு அவங்களாம் ஆர்சி கிறிஸ்டியன்ஸ், அவங்களும் சாமி மேலே ரொம்ப மரியாதையும் மதிப்பாக வச்சுருப்பாங்க, பயம் வச்சுருப்பாங்க. அப்புறம் சாமி பார்த்ததுன்னா சுடுகாடில் கை வேறு, கால் வேறு, கண்டை வேறு, அப்படி துண்டு துண்டாய் இருப்பாங்களாம். சாமியார்னு தெரியாது, கை கால் இங்கே சுடுகாட்டு பங்கில் இருப்பாராம். எங்கே இருக்கார் எங்கே இருக்குன்னு சொல்ல முடியாது. திடீர்னு வருவார், திடீர்னு போவார். ஆனால் அநேகமாக இந்த ரவுண்டில் தான் இருந்திருக்காரு. அப்போ இங்கே காம்பவுண்டு ஒன்றுங்க சும்மா அப்படி பிளெயின் கிரவுண்டு தான், ஆனால் புன்னை மரம் மட்டும் நிற்கும். அப்படி இங்கே இருந்திருக்காரு. அப்புறம் பக்தர்கள் எப்படியும் 100 பேர் வந்தாங்கன்னா ஒரு 10 பேர் சாமியை பற்றி தெரியும், சாமிக்கு சாநித்தியத்தை பற்றி தெரியும். மிச்சம் 90 பேர் அதை பற்றி கண்டுட மாட்டாங்க. ஏதோ ஒரு பித்தன் இருக்கான்னு சொல்லிட்டு போயிடுவாங்கல்ல. ஆனால் இவங்க ஆகாரம் கொண்டு கொடுக்குறதும், அந்த மாதிரி பணிகளை பண்ணுறதும், துணி எடுத்து கொடுக்குறதும், ஒரு ஓலை ஷெட்டு கட்டி கொடுத்துருக்கேன் சாமி உட்காருக்கு. அவர் உட்காரவே மாட்டார். வெயிலில் உட்காந்து அதில் எங்கேயா படுத்துருப்பார். ராத்திரி எங்கே படுப்பார்னு யாரும் தெரியாது. பட் யாராவது ரொம்ப கண்டுடவும் செய்யலை. அப்படி போயிட்டுருக்காரு. அந்த மாதிரி ஒரு அருமையான சூழ்நிலையில் குடிக்க தண்ணி கிடையாது. இங்கே அவ்வளோ உப்பு, கிணறுலாம் உப்பு தண்ணி. பக்தர்கள் என்ன குடிக்க தண்ணி இல்லைன்னு கேட்டிருக்காங்க. அந்த இடத்த காட்டி கொடுத்துருக்காரு. அதில் கிணறு தோண்டிருக்காங்க. ஃப்ரெஷ் வாட்டர், ஒரு உப்பு இதான் அதில் இருக்காது. இப்போ கொஞ்சம் ஒரு 5% சால்ட்டி ஷிப் இருக்குது இந்த சீசனில் மாறி வரேன். மற்றபடி ஃப்ரெஷ் வாட்டர் அது எல்லோரும் சப்ளை பண்ணிகிட்ருக்காங்க. வேறு இப்போது சமாதி எப்போன்னா 1925 பிப்ரவரி 18 மாசி மாதம் மூல நட்சத்திரம் 1100, கொல்லம் ஆண்டு 1100 மாசி மாதம் மூல நட்சத்திரம். சாமி சமாதிக்கு கேரளத்தில் சுயம்பூர்ணானந்த ஆசிரமத்தில் உள்ள சுயம்பூர்ணானந்த சட்டமி சாமி சிஷ்யன் சுயம்பூர்ணானந்தா இங்கே படம் அங்கே இருக்குது. அவருக்கு கனவில் தோன்றிருக்காரு, நாளை நான் சமாதி ஆகிறேன், நீ வந்து எல்லாம் ஆக வேண்டியெல்லாம் சமாதி பண்ணின்னு சொல்லியிருக்காரு. முந்தைய டெலிஃபோனும் கிடையாது. 100 வருஷத்துக்கு வந்து 98 வருஷம் 8 மாதம் ஆச்சு. அப்போ அவர் தோணி இங்கே காலைல வராரு. சாமி சமாதியாகவும் சித்தர் எப்படி சமாதி பண்ணணுமோ அந்த கரெக்டான அந்த மரியாதையோடு சமாதி பண்ணியிருக்காங்க. இப்போது 98 வருஷமும் 8 மாதம் ஆகுன்னு நினைக்கிறேன். 1100 தமிழ் கொல்லாண்டு. இதில் வந்து 1925 பிப்ரவரி அன்னைக்கு சமாதியானால இந்த ப்ராப்பர்ட்டி உரிமையாளர்கள்லாம் எங்கள் தாத்தாவும் ஒரு ஆள் உண்டு. அவங்க ரொம்ப நாயகர் பக்தர் ஆகும். இவங்களாம் சேர்ந்து ஊர் பொதுமக்களும் சேர்ந்து பப்ளிக் நிறைய டெய்லி வருவாங்க சாமி பார்க்குறது. இங்கேருந்து வருவாங்க, டவுன்லேருந்து வருவாங்க, பல கேரளத்துலேருந்து வருவாங்க, பல ஊர்லேருந்தும். ஏன்னா சித்தர் இல்லையா, பல ஊர்லேருந்து சாமி பார்க்க வருவாங்க. அப்போ அதில் முக்கியமாக நிறைய பேர் தெரிஞ்சிருக்கு சாமி சமயதாரன்னு சொல்லி எல்லாருமே சேர்ந்து ஒரு பொதுவான இடத்துல உட்கார வச்சு சாமியை இருத்தி கரெக்டாக எல்லாம் பண்ணியிருக்காங்க. அவர் சிம்பிளாக ஒரு மண்ணினால் ஒரு சுவர் கட்டி ஓலையெல்லாம் போட்டு சாமி மூலஸ்தானம் அப்படி அமைச்சிட்டாங்க. அமைச்சு டெய்லி பூஜை காரியங்களும் நடந்துட்டுருக்கு. அப்புறம் கொஞ்ச நாள் கழித்து என்ன பண்ணாங்கன்னா கல் மண்டபம், அதுவும் பப்ளிக் தான் பழங்கள்லாம் கலெக்ட் பண்ணி அந்த ஃபுல்லாக கல் மண்டபம் அமைச்சாங்க. அது ஒரு 40 வருஷம் இருக்குன்னு நினைக்கிறேன். அப்புறம் இந்த இது வந்து ஓடு டைல்ஸ் போட்டிருந்து ரொம்ப டேமேஜ் ஆனவங்க இந்த இது கட்டியிருக்கோம். காரணம் என்னென்னா பௌர்ணமி தோறும் வந்து இங்கே ரொம்ப சத்சங்கம் நடக்கும். பஜனைன்னு சொன்னாங்க யாரையும் தெரியாது. ஒரு 40 வருஷத்துக்கு வந்து பஜனைலாம் தெரியாது. சுமார் 70 வருஷம் இருக்கும் இங்கே பஜனை ஆரம்பித்தாங்க.
அதுக்கு எங்கள் அப்பா ஒரு முக்கியமான ஆள் பஜனை ஆரம்பிச்சது. சுவாமி அபயதானந்தஜி அடிக்கடி அப்போ அங்கே பார்க்க போகிறதுண்டு. சுவாமி சித்பாந்த திருப்பரவத்தரை புக்கெல்லாம் நிறைய எழுதுறல, அவங்கெல்லாம் பார்க்கணும். இந்த பஜனையை பற்றி எல்லாம் தெரிஞ்சு இங்கே பஜனை ஆரம்பித்தாங்க. முன்ன மாதிரி பஜனை யாரும் தெரியாது. பஜனை ஆரம்பித்ததுன்னா சாயங்காலம் 6 மணிக்கு பஜனை ஆரம்பிக்கிறது, ராத்திரி 12 மணி வரைக்கும். சுமார் ஒரு 1000 பேர் வராங்க. சுற்று வட்டாரம் ஒரு 25-30 கிலோமீட்டர் சுற்றளவில் மக்கள் ரொம்ப பேர் வருவாங்க. திருவனந்தபுரத்துலேருந்து எப்போ ஒரு 10-15 எல்லா பௌர்ணமி வருவாங்க. கிராண்டாக இருக்கும், ரொம்ப கிராண்டாக இருக்கும். இப்போது நைட் ஃபங்க்ஷன் அது இல்லை. அது காரணம் என்ன, பல சுற்றுவட்டார எல்லா கோயில்லையும் பஜனை இப்போ. அதுக்கு வெள்ளிமலையில் ஒரு சாமி சைதன்யானந்தஜி இருக்காங்க. சுவாமி மகாரானந்தஜின்னு எங்கள் குரு இருந்தார். அவர் எல்லா ஊர்லேயும் எல்லா கோயில்லையும் போய் மத பாடசாலை, இந்து தர்ம வித்யாபடனம்னு ஆரம்பித்து மத பாடசாலை ஆரம்பித்து அதுமாதிரி மதத்தை பற்றி உள்ள கிளாஸ் எவ்ரி சண்டே நடத்துகிறாங்க. அப்புறம் திருவிழா பூஜை எல்லா கிராமங்களும் எல்லா கோயிலும் திருவிழா பூஜை ஏற்பாடு பண்ணாங்க. இன்றைக்கி செவ்வாய்க்கிழமை வெள்ளிக்கிழமை ஈவினிங் 7 மணிக்கு நம்ம ரோட்டில் போனோம்னா அந்த எல்லா கோயில்லையும் பஜனை இதெல்லாம் கேட்கும். அவ்வளோ ஒரு செழிப்பான இது. அதனால் நைட்டு ஃபங்க்ஷன் இப்போ அது ஆள் இல்லை. அதனால் பகலில் பௌர்ணமி காலம் 8:30 மணிக்கு அகவல் பாராயணம் படிப்போம். 12 காலுக்கு அர்ச்சனை வந்திருக்கு எல்லாரும் சேர்ந்தால் நாமம் சொல்லணும். பூஜாரி பூ மட்டும்தான் போடுவார். 12:45 தீபாராதனை, 1 மணிக்கு 12:45 ஒரு சின்ன சாப்பாடு. அமாவாசை கீதா பாராயணம். சாமி சமாதி நட்சத்திரம் 3 நட்சத்திரத்துக்கு திருவாசகம் விட்டுதல். காலையில் 6:30 மணிக்கு ஆரம்பிச்சிடும். இப்போ அதே போல் 12:30 மணிக்கு அர்ச்சனை. இந்த மாதிரி ரொம்ப நல்லா நடக்குது. பொதுமக்கள் தான் நடத்துகிறது, வேறு தனிநபர் யாருமே நடத்துகிறது இல்லை. பொதுமக்கள் எல்லா ஃபங்க்ஷனுக்கும் ஒருத்தர் ஸ்பான்சர் பண்ணுறாங்க. இங்கே உள்ள ஒரு பிக்கர் என்னென்னா, நாங்கள் யார்ட்டுமே டொனேஷன் போய் கேட்க போகிறதில்ல. பக்தர்லாம் வருவாங்க, எனக்கு பூஜை வேணும் பூஜை வேணும் நடத்திட்டே இருப்பாங்க. அதனால் ஆண்ட மூலியமாக ரொம்ப சிறப்பாக எல்லாரோடையும் ஒத்துழைப்பில் நல்லபடியாக நடந்துகிட்ருக்கு. எங்கள் அப்பா சொல்லுவாங்க சில நேரங்களில், கோம்பசாமி குவாரியத்தை பண்ணி கவலையப்படாத, அது கரெக்டாக நடக்கும். நான் ஒரு சில விஷயங்களை சொல்லும்போது நான் அப்ஜெக்ட் பண்ணுவேன். அப்போ சொல்லுவேன், சாமி காரியம் கரெக்டாக நடக்கும், அது எப்படியோ யாராக நடத்துவாங்க, நம்ம யார்ட்டையும் கேட்க வேண்டிய அவசியமே கிடையாது இன்னும் சொல்லுவாங்க, அடிக்கடி சொல்லுவாங்க. அதே மாதிரி ஆண்டவ புண்ணியத்தில் ரொம்ப சொகுசாக, ரொம்ப சுகமாக, ரொம்ப எளிமையாக சிறப்பாக நடந்துக்கிட்டு இருக்கு. இந்த சாமி நிறைய இதெல்லாம் பண்ணியிருக்காங்க, ஒவ்வொரு விஷயங்கள்லாம் பண்ணியிருக்காங்க. தம்பி ஹரிஹரன் கொஞ்சம் சொல்லுவார். நன்றி, வணக்கம். നമ്മളിപ്പം നമ്മുടെ സമാധി ക്ഷേത്രത്തിലെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കൃഷ്ണപ്പ സാറുമായിട്ട് സംസാരിച്ചു നമ്മളിപ്പോൾ. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തുടർന്ന് വന്ന ആ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കൂടെ ഹരിഹരൻജി ഉണ്ട്. അദ്ദേഹം കുട്ടിക്കാലം മുതലൊക്കെ ഈ സമാധി മന്ദിരത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉപാസനയും കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമുക്ക് ഈ സമാധി മണ്ഡപത്തിൻ്റെ, ഈ സമാധി ക്ഷേത്രത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളും ഈ ഉപാസന അദ്ദേഹത്തിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു, ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തിന് തന്നെ ചോദിച്ചറിയാം. ഹരിഹരൻജി, അങ്ങ് കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന മെഡിറ്റേഷൻ ആണല്ലോ, ധ്യാനമാണല്ലോ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത്.
അപ്പം അങ്ങയുടെ ഈ ഉപാസനയ്ക്ക് ഈ ഒരു സമാധി മണ്ഡപത്തിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇതിൽ ശരിക്കും പറഞ്ഞാൽ സ്വാമിയുടെ സ്ഥലത്ത് തനിപ്പെട്ട സാധനം ഒന്നും ആവശ്യമില്ല. അതാണ് ഇതിവിടെ പ്ലസ് പോയിന്റ്. ഞാൻ പലവട്ടം പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്ന് കണ്ണടച്ച് സ്വാമിയെ ഓർമ്മിച്ചിട്ട് വെറുതെ ഇരുന്നാലേ മതി. അയാൾ അത്രയ്ക്ക് ഡീപ്പായിട്ട് അങ്ങനെ മെഡിറ്റേഷൻ പല കൊല്ലം ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ ഉണ്ടോ ആ എക്സ്പീരിയൻസ് അയാൾ കിട്ടും. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലമാക്കും. അപ്പോൾ ആര് വന്നാലും ഇവിടെ വന്ന് തനിപ്പെട്ട എന്തോ ഒരു ബേസിക് മെഡിറ്റേഷൻ നോളജ് ഇല്ല ആൾക്കാരായാലും ഇവിടെ വന്ന് വെറുതെ ഇരുന്നാൽ മതി, എന്നടുത്ത് സ്വാമിയെ ഓർമ്മിച്ചിട്ട് ഇരുന്നാൽ മതി. നല്ല ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്ത് അയാളുടെ റിസൾട്ട് കിട്ടും. അതാണ് ഇവിടെ സ്ഥലത്തിൻ്റെ വലിയ പ്ലസ് പോയിന്റ്. നമുക്ക് ഇപ്പോൾ എന്നെ അടുത്തോളം എനിക്ക് പല കുറുമാടുകളുണ്ട്. അങ്ങനെ പോയാലും ഇവിടെ വരുമ്പോൾ ഞാൻ വന്ന് എന്തോ ഒരു തനിപ്പെട്ട പயிற்சி മെഡിറ്റേഷൻ പ്രാക്ടീസും ചെയ്യുന്നതില്ല. ഇവിടെ സ്വാമിയുടെ സാന്നിധ്യത്തെ ഓർമ്മിച്ച് കൊണ്ട് ഇവിടെ വെറുതെ ഇരിക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടിയ ബെസ്റ്റ് മെഡിറ്റേഷൻ. ഇത് ഞാൻ പറഞ്ഞ് പല ആൾക്കാർ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മറ്റു സ്ഥലത്തെ കാട്ടിൽ ഇവിടെ ഇതൊരു പ്ലസ് പോയിന്റ്. നമ്മൾ വെറുതെ ഇരുന്നത് സ്വാമി അവധൂതനാണ്. അപ്പോൾ അവധൂതനായ ഒരു സ്വാമിയുടെ അടുത്ത് നമ്മൾ എക്സ്ട്രാ ഒന്നും ആവശ്യമില്ല. സൈലൻ്റായിട്ട് നമ്മൾ ഇരുന്നാൽ മതി. സ്വാമി എല്ലാം നമുക്ക് ശരിയാക്കി തരും. അതാണ് ഇതിനോട് വലിയ പ്രാധാന്യം. സ്വാമിയുടെ പൂർവിക സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ട് ഒരു 2 കൊല്ലം മുമ്പ്. ആ പരമ്പരയിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു ജമീനിൽ പേരെന്താ ഇപ്പോൾ ഇരിക്കുന്ന ജമീൻ സ്വാമിയുടെ വാരിസ് അപ്പാജി രാജ്കുമാർ അവിടെയുള്ള ചെയർമാനാണ്. സ്വാമിയുടെ ഛായ അയാൾക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ ജമീൻ ഫാമിലിയാണ്. ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ സ്വാമി ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ നല്ല ചേഞ്ചസൊക്കെ സ്വാമിയുടെ സാന്നിധ്യം കൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്കും അങ്ങനെ ബെസ്റ്റ് റിസൾട്ട്, നല്ല റിസൾട്ട്. ഒരുപാട് സാധുക്കൾ ഇവിടെ വരാറുണ്ട്, സന്യാസികൾ വരുന്നുണ്ട്. അയാൾക്ക് വന്ന് 1-2 ദിവസം ഇവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകും. ഇത് ഞാൻ ബാല്യം തൊട്ടേ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാർ, വലിയ വലിയ സ്വാമിമാരെല്ലാം ഇവിടെ വന്ന് കുറേ ദിവസം ഇവിടെ തങ്ങിയിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അത്രയ്ക്ക് ബെസ്റ്റ് സ്ഥലമാക്കും. കോമ്പസ്വാമിയായിട്ട് കൂടുതൽ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു സമർപ്പണം ചെയ്തിട്ടുള്ളവർക്ക് കുറേ നല്ല അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാമോ? പറയാം. ഫസ്റ്റ് പറയേണ്ടത് നാഗർകോവിലിലെ പയോനിയർ ഫാമിലിയാണ്. പയോനിയർ അയാളുടെ മുത്തച്ഛി. അപ്പോൾ അയാൾ കാലത്തിൽ സ്വാമിക്ക് ഊണ് കൊടുത്തിട്ടുണ്ട്. സ്വാമി വസ്ത്രമൊന്നും ധരിക്കാനില്ല, നഗ്നമാണ്. അപ്പോൾ എന്നെങ്കിലും ആ അമ്മച്ചി സ്വാമിയെ വിളിച്ച് പിന്നെ വെള്ളമൊക്കെ ഒളിച്ച് മേലൊക്കെ ക്ലീൻ ചെയ്ത് ഉള്ള ഊണൊക്കെ കൊടുത്തു വിടും. സ്വാമി അത് കളിച്ചിട്ട് പോയി പിന്നെ പഴയപടിയും മണ്ണിൽ തന്നെ അത് ശിലിയിൽ നിന്ന് ഇരിക്കും. അങ്ങനെ വേസ്റ്റ് എല്ലാം എടുത്ത് കയ്യിൽ വയ്ക്കും. അതാണ് ആ ഫാമിലി. இன்னும் ஒரு വലിய ஃபேமிலி, வெரி ரிச் அண்டு ரொம்ப வசதியாக இருக்காங்க, நல்லா இருக்கிறாங்க. இப்படிப்பட்ட ஒரு சாதாரணமாக அவங்கள கவனிச்சதுக்கு പിന്നെ സ്വാമിയുടെ ഇവിടെ വന്ന് സ്വാമി മുറുക്കാൻ കളിക്കാനുണ്ട്. ആ എച്ചിലിൻ്റെ കഷ്ണം കിട്ടിയാൽ ഉടനെ അസുഖമൊക്കെ മാറും, പ്രശ്നമൊക്കെ തീരും.
அது வேண்டி ஆட்கார் காவல். அப்புறம் வந்து வடசேரியில் சுவாமி ரொம்ப நாள் வந்து வடசேரியில் இருந்தாங்க. ஆ சமயத்தில் திருவிதாங்கூர் மகாராஜா கன்னியாகுமரி ഭഗവതി ദേവിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇയാൾ സ്വാമി നഗ്നമല്ല. സ്വാമി വരുമ്പോൾ അയാൾ മഹാരാജ വരുമ്പോൾ സ്വാമി എന്തെങ്കിലും ഇടയിൽ മറിച്ചാൽ നന്നായിട്ട് ഇരിക്കാതെന്ന് ചൊല്ലിട്ട് വടശ്ശേരിയിലെ മാർക്കറ്റ് വിട്ട് ചന്ത, ആ ചന്തയിനകത്ത് സ്വാമി പിടിച്ച് അടച്ച് പൂട്ടിയിട്ട് പോലീസ് എല്ലാം ഉണ്ട്, എല്ലാവരും കാവലുണ്ട്. പക്ഷേ മഹാരാജ വരുമ്പോൾ ഇയാൾ കറക്റ്റായി മുന്നുണ്ട് അമ്മ സ്വാമി. അപ്പോൾ ഇവൾ ഞെട്ടിപ്പോയി, പിടിച്ച് മാറ്റാനും പറ്റില്ല. അങ്ങനെയുള്ള സൂழ்நிலை വരുമ്പോൾ മഹാരാജ തന്നെ ഇറങ്ങി വന്ന് സ്വാമിക്ക് വസ്ത്രം കൊടുത്തു. സ്വാമി അതൊന്നും മേടിച്ചില്ല, കളഞ്ഞിട്ട് അപ്പുറത്ത് പോയി. അങ്ങനെയുള്ള ഒരു അത്ഭുതം അത് வந்து யாரும் சாமியை தடுக்க முடியாது. ஆனால் சாமி எல்லா இடத்துல இருக்கும். അതുപോലെ നവകണ്ഠം നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സ്വാമി നവകണ്ഠം ചെയ്യും. 9 കണ്ഠമായിട്ട് ശരീരത്തെ ആക്കി വെച്ചിട്ട് അത് നവകണ്ഠ യോഗം ചെയ്യുന്ന ആൾക്കാരാണ്. അത്ര വലിയ മഹാനാണ് സ്വാമി. സ്വാമിയുടെ പിന്നെ ലൈഫ് வந்து 400 കൊല്ലത്തിന് മേലെ പറയാനുണ്ട്. ഇവിടെ இப்போமோ ரெகுலராயிட்டு எல்லாம் வராங்களோ அவங்களுக்கு நிறைய மாற்றம் லைஃப்பில். நிறைய கிறிஸ்டின்ஸ் வராங்க இங்கே. അവധൂതന്മാർക്ക് ഇങ്ങനെ റിലീജിയൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ അറിയപ്പെട്ട ആൾക്കാർ വന്ന് ഇവിടെ തൊഴുതിട്ട് പോയാൽ കഷ്ടം. സ്വാമി ഇങ്ങനെ ആരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? സംസാരിക്കുക, ഉപദേശം കൊടുക്കുക, അങ്ങനെ വല്ലതും അറിയാമോ? സമാധിൻ്റെ മുൻപ് അങ്ങനെ ആരും അധികം മിണ്ടിട്ടില്ല. സ്വാമി മിണ്ടാനൊന്നുമില്ല. ഒരുപാട് പേർക്ക് കുളന്തകളെ കിട്ടിയിട്ടുണ്ട്. കുളന്തയില്ലാതെ ഇവിടെ വന്ന് വേണ്ടി നിന്നപ്പോൾ ഇപ്പോൾ സ്വാമിയുടെ സമാധിക്ക് ബിംബം സ്വാമിയോട് പണ്ട് തുടർബിലുള്ള ഒരു ഫാമിലി കുളന്ത ഇല്ലാതെ കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ വരാനില്ല, ആൾക്കാർ വന്ന് പോകരുതില്ല. ரொம்ப ഗ്യാപ്പ് ഇട്ട് പോச்சு. പിന്നെ யாரோ പറഞ്ഞ് ഇവിടെ വന്ന് സ്വാമിയുടെ അടുത്ത് ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് പോയി. ഒരു കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുടുംബത്തിലെ കുളന്ത ജനിച്ചു. ഇതുപോലെ പല സംഭവങ്ങൾ. ഇത് കാട്ടിലും ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്കാണ് ബെസ്റ്റ്. അതാണ് ഇവിടെ പ്രധാനം. മെഡിറ്റേഷൻ അതാണ്. സമാധി സ്ഥലങ്ങളിൽ വരുമ്പോഴും കൂടുതലും അതാണല്ലോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതെ അതെ. അതിലൂടെ ആയിരിക്കുമല്ലോ അവർക്ക് ഓരോ മുന്നോട്ട് പോകാനും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും. സാധാരണ നമ്മുടെ ലൈഫിക്ക് വേണ്ടിയുള്ള ഹെൽപ്പും സ്വാമി ചെയ്യും. ഇത് താണ്ടി നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്, യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാമിയുടെ ഒരുപാട് നമുക്ക് അനുഗ്രഹം കിട്ടും. അതാണ് അത് പ്ലസ് പോയിന്റ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പര അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ആ ഉപദേശം സ്വീകരിക്കും അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു വഴി ഫോളോ ചെയ്യുന്ന ആരെങ്കിലും? സ്വാമി യാത് പ്രാക്ടീസാണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ സ്വാമി സമാധി വയ്ക്കുമ്പോഴാണ് തിരുവനന്തപുരത്തുനിന്ന് ഒരു സ്വാമി വന്നത്. അതില്ല പൂജപ്പര ഉള്ള പൂജപ്പുരയിലുള്ള സ്വാമി വന്നത്. അതല്ലാതെ ആ സ്വാമി ആരടുത്ത് തുടർ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത്, ആരെല്ലാം ശിഷ്യന്മാരാണ് ഒന്നും അറിഞ്ഞില്ല. ഇപ്പം നമ്മൾ ഹരിഹരൻ സാറ് പറഞ്ഞത് കേട്ടു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാല്യകാലം മുതലേ ഇവിടെ വന്ന് ഉപാസന ചെയ്ത് അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ
സ്വാമിയുടെ ഈ സമാധി ക്ഷേത്രത്തിൽ 22 വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും ചെയ്യുന്ന ഭാസ്കരാനന്ദ സ്വാമികളാണ് ഇനി അടുത്തത് നമ്മളോട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസും ഈ ആശ്രമത്തിൻ്റെ രീതികളും ഈ സമാധി ക്ഷേത്രത്തിൻ്റെ രീതികളും ഇതെല്ലാം നമുക്ക് ചോദിച്ചറിയാം. സ്വാമിജി, ഇപ്പം ഈ സമാധി ക്ഷേത്രത്തിൽ ദിവസമുള്ള എങ്ങനെയാണ് അതിൻ്റെ ദിനചര്യകൾ, അതിനെക്കുറിച്ച് ദിവസം രാവിലെ 8 മണിക്ക് തുറക്കും. തുറന്നാൽ 11:30 മണിയാവും അടയ്ക്കുന്നതിന്. വലിയ ആഡംബരമായ പൂജയല്ല, ഇത് അവധൂത പരിഷ്ഠനാണ്. അവർക്ക് സ്വന്തമായിട്ടൊന്നും അന്യതാത്വത്വമൊന്നും ഇല്ല. അവർക്കെല്ലാം ഒരേപോലെ മാത്രമല്ലാതെ കണ്ടിട്ട് മഹത്വമോ ചെളുപ്പമോ പറയാനൊക്കത്തില്ല. കോമ്പസ്വാമിക്ക് ശിഷ്യന്മാർ പലരും ഉണ്ട്. അതിൽ പൂർണ്ണമായിട്ടറിയാവുന്ന ഒരാൾ മാവേലിക്കര ഉമ്പർനാട് നരസിംഹ കുശ്മാണ്ടർ, നരസിംഹത്തിനെ പ്രത്യക്ഷമാക്കിയ ആളാണ് നരസിംഹ കുശ്മാണ്ടർ. ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒന്നുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വയംപൂർണ്ണാനന്ദ, പുന്നയ്ക്കാമുകളിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി. അദ്ദേഹമാണ് കോമ്പസ്വാമിയെ സമാധി ഇരുത്തിയത്. ഈ മഹത്തുക്കളുടെ കഥയുടെ ഗുണമോ ഏറ്റക്കുറച്ചിലോ നമുക്ക് പറയാൻ ഒക്കുകയില്ല. അവർ ബ്രഹ്മലയമാണ്. ബ്രഹ്മമെന്ന് പറയുന്നതിന് രൂപമില്ല. ആ ബ്രഹ്മലയമാകുന്നവർക്ക് നമ്മളിലിരിക്കുന്ന വസ്തു, നമ്മുടെ ജീവനാണ് ബ്രഹ്മം. ജീവോ ബ്രഹ്മ എന്നാണ് പറയുന്നത്. നമ്മളിരിക്കുന്ന ജീവൻ അത് ബ്രഹ്മമാണ്. അതിനെ ഏതു വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാനോ കുറയ്ക്കാനോ കൂട്ടാനോ ഉള്ളതല്ല, ഒക്കുകയുമില്ല. അതായിത്തീരാൻ നമുക്ക്, അതായിത്തീരാം. എപ്രകാരം ഒരു പശുവിൻ്റെ പാലിൽ നെയ്യിരിക്കുന്നു, അതിനെ എപ്രകാരം കടഞ്ഞ് ശുദ്ധി ചെയ്തെടുക്കാൻ ഒരു വിദ്യാഭ്യാസവും അറിവും ഇല്ലാത്ത ഒരമ്മയ്ക്ക് സാധിക്കും. പഠിച്ച് വിദ്വാൻമാരായിട്ടിരിക്കുന്ന ആളുടെ കൊടുത്താൽ പാല് തിരഞ്ഞും പോവും, അയാൾ ശുദ്ധി ചെയ്തെടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം പ്രാക്ടീസുകൾ ചെയ്ത് ശരിയാക്കുക. നമ്മളിരിക്കുന്ന ജീവനെ ഉദ്ധാരണം ചെയ്തെടുക്കുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ഉന്നതമായ സ്ഥാനമാണ് സമാധി. അത് എളുപ്പം ഒക്കുന്നതല്ല. അനേക കാലത്തെ പ്രാക്ടീസ് കൊണ്ട് നമ്മുടെ ജീവനെ അറിയാൻ സാധിക്കും, ഇവനെ കാണാനൊക്കുകയില്ല. അങ്ങനെയുള്ള ഒരു മഹത് സ്ഥലമാണ് കോമ്പസ്വാമി സമാധി. 350 വർഷത്തിന് മേൽ ജീവിച്ചിരുന്നത് കൊണ്ട് എങ്ങനെ സാധിക്കും? സാധാരണ ഇപ്പോഴും 80, 90 വയസ്സ് 100 വയസ്സ് വരെ ഇരിക്കുന്നവരുണ്ട്. എങ്ങനെ 350 അല്ല 3500 ഇരിക്കാം. അവർക്ക് ആയുസ്സിനെ നീട്ടാം. എപ്പോഴായാലും ഈ ശരീരം വിട്ടേ ഒക്കത്തുള്ളൂ. കാരണം ഇത് ഉൽപ്പന്നമായവ നശിക്കും, അണുക്കൾ നിൽക്കും. ഉൽപ്പത്തി കർമ്മവിധി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ച് ഇവിടുന്ന് ഇങ്ങനെ ആഗമങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായ വസ്തുക്കളെല്ലാം നശിക്കത്തന്നെ ചെയ്യും. ഇതിൻ്റെ എല്ലാം അത്യുത്തമമായ ശ്രേഷ്ഠഭാഗമാണ് സമാധിസ്ഥാനം. അത് പ്രാക്ടീസ് ചെയ്ത് ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവിൻ്റെ ഭാവം വെച്ച് ഗുരു അതിൻ്റെ വഴി കാണിച്ചു തരും. വഴി കാണിക്കുന്ന ആളാണ് ഗുരു. അങ്ങനെ എൻ്റെ ഗുരുവിൻ്റെ ഗുരുവാണ് കോമ്പസ്വാമി. അപ്പോൾ പുന്നയ്ക്കാമുകളിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോട് പരമേശ്വരൻ പിള്ളസ്വാമിയാണ് നീ കോമ്പസ്വാമി മഠത്തിലോട്ട് പൊക്കോന്ന് പറഞ്ഞത്. അതിവിടെ വന്നപ്പോൾ അന്നത്തെ ഇവിടുത്തെ പ്രസിഡൻറ്റും ഇതിൻ്റെ എല്ലാ അധികാരവും നടത്തുന്ന ആളാണ് കൃഷ്ണപ്പ. അദ്ദേഹം ഇവിടെ ഇരുന്നോളാൻ അനുവദിച്ചു. അതിനുശേഷം എനിക്ക് ഇവിടുന്ന് ഒരു മാറ്റം വരാൻ ആർക്കും സാധ്യമല്ല. എനിക്കൊരു മാറ്റം വരുത്തിക്കാൻ ആരെ കൊണ്ട് നോക്കുകയില്ല. അങ്ങനെയുള്ള ഒരു മഹത്വം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ സമാധിയിൽ പൂജ വേണമെന്ന് ചോദിച്ചാൽ അവർക്ക് പൂജ ആവശ്യമില്ല. അവർക്ക് പൂജയോ നേദ്യമോ പഴവോ പായസമോ ആവശ്യമില്ല. അപ്പോൾ ഇതെന്തിനു ചെയ്യുന്നു വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഭഗവത് ഭജന ചെയ്യുകയും ഈ ആരാധനകൾ നടത്തുന്ന ആളിന് അതിൻ്റെ ഗുണം. ഈ തങ്കസ്വാമി നാടാരെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. വളരെ മഹത്തായും ശ്രേഷ്ഠനും സത്യസന്ധനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒറ്റയാളെ ഉള്ളു കൃഷ്ണപ്പ. ഇന്ന് അതെല്ലാം നടത്തുന്ന കൃഷ്ണപ്പയാണ്. അപ്പോൾ ആ മഹത്വം കൃഷ്ണപ്പായ്ക്കുണ്ട്. ഇവിടെ വിളക്ക് കത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ആ മഹത്വം എനിക്കുമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇതിന് സ്വാമിക്ക് പായസമോ പപ്പടമോ പഴമോ ഒന്നും ആവശ്യമില്ല. ഒരു വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ദീപം, അതിനാണ് മഹത്വം. ആ നമ്മളിരിക്കുന്നതായ മ്ലേച്ഛത മാറി നമ്മളിരിക്കുന്ന ജീവനെ ഉദ്ധാരണം ചെയ്തതിനെ ജ്വലിപ്പിക്കുക. ആ ജ്വലനയാണ് ക്ഷേത്രത്തിൽ കാണുന്ന ദീപവും. പ്രതീകം പോലെ ആ ക്ഷേത്ര ദീപാരാധന നടത്തുമ്പോൾ അവിടെ ഒന്ന് ദർശനം നടത്തുകയും ഇതിനകത്ത് വന്ന് കുറച്ച് നേരമെങ്കിലും അന്യ ചിന്തയില്ലാതിരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജന്മത്തിൻ്റെ ഒരു ഭാഗം, പൂർണ്ണത പറയാനൊക്കത്തില്ല, അത്രയും നമുക്ക് അനുകൂലമായിട്ട് കിട്ടും. അപ്പോൾ 11:30 മണിക്ക് ഇത് അടച്ചു കഴിഞ്ഞാലും ആൾക്കാർ ധാരാളം വന്ന് ചില സമയത്ത് വന്ന് ധ്യാനത്തിൻ്റെക്കും. അതുകൊണ്ട് ഈ മണ്ഡപം രാത്രി 7 മണിക്കാണ് അടയ്ക്കുന്നത്. 7 മണി വരെ തുറന്ന് കിടക്കും. നേദ്യം
ഓരോരുത്തർ ചെയ്യുന്നതാണ് ഇവിടുത്തെ കർമ്മങ്ങൾ. പായസമോ പഴമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അദ്ദേഹത്തിന് സമാധിസ്ഥന്മാർക്കോ ഈശ്വരനോ ഇത് ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈശ്വരന് കൊടുക്കാൻ ശ്രമിച്ച് അതിനു വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം നമ്മൾ കഴിക്കുന്നു, നമ്മളിരിക്കുന്ന ഈശ്വരൻ. അപ്പോൾ 2 ഈശ്വരനുണ്ടോ? ഇല്ല, ഒരു ഈശ്വരനേ ഉള്ളൂ. അപ്പോൾ നമ്മളിലിരിക്കുന്ന ആ ചൈതന്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഭഗവാൻ എന്ന് പറയുന്നൊരു വസ്തു അറിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ ശാന്തമായി ഭാവവ്യത്യാസം വന്ന് നമ്മൾ അതായിട്ട് മാറുക. അപ്പോൾ ഈശ്വരൻ വേറെ നമ്മൾ വേറെ ഉണ്ട്? ഇല്ല. ആ ഈശ്വരൻ്റെ അംശം തന്നെയാണ് നമ്മൾ, അല്ലാതെ ഇവിടെ വേറെ 2 ഇല്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിച്ച് വരുമ്പോൾ ഈശ്വരൻ തന്നെയാണ് നമ്മളെന്നറിയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കും സമാധിയാവാം. അതിന് നമ്മൾ ശ്രമിക്കണം. ആദ്യം പറഞ്ഞ പാലിനകത്തുനിന്ന് നെയ്യ് എടുക്കുന്നത് പോലെ ശ്രമിച്ചാൽ നമുക്കും സാധിക്കും. അല്ലെങ്കിൽ പിന്നെ പല കാലങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് പണം സമ്പാദിക്കണം, വീട് വേണം, എല്ലാ സുഖഭോഗങ്ങളും വേണം. ഇതെല്ലാം നശ്വരമാണ്, ഒരു കാലത്തും ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്നില്ല. ഇതിനെല്ലാം വിട്ട് ഈശ്വരൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന തത്വത്തിലായി തീരുക. ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ സൂക്ഷ്മമായിട്ട് അത് തന്നെ ആയിട്ട് തീരും. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിരിക്കാനോ ഇവിടെ പ്രാർത്ഥിക്കാനോ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാനോ ചെയ്താൽ ആ ഭാഗം നമുക്കാണ് കിട്ടുന്നത്. ഭഗവാൻ ഇത് ആവശ്യമില്ല. ഭഗവാന് പായസവും ചോറും ആവശ്യമില്ല. ഭഗവാനെന്ന് സങ്കല്പിച്ച് നമ്മൾ ചെയ്തിവിടെ ദീപവും തുരുത്തി ഇതിന് വേണ്ടുന്ന ചെയ്യുമ്പോൾ ആ ഗുണം നമ്മളിൽ കിട്ടുകയാണ്. അങ്ങനെ കിട്ടാനുള്ള ഒരു ഭാഗ്യം എനിക്കും തങ്കവേൽ നാടാട് കുടുംബത്തിനും വളരെ മഹത്വം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ വാർഷികം ബാക്കി ഉത്സവങ്ങൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടുത്തെ സമാധി കുംഭത്തിലെ മൂലമാണ്. എല്ലാ മൂലത്തിനും അന്നദാനമുണ്ട്. പൗർണമി, അമാവാസി, മൂലം 3 അന്നദാനമുണ്ട് മാസത്തിൽ. അത് ഓരോരുത്തർ ചെയ്യുന്നതാണ്. ആർക്കും ഇവിടെ കൊടുക്കാൻ ചെയ്യാം. അത് സൂക്ഷ്മമായിട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ആ കൊടുക്കുന്ന ഗുണം നമ്മളിൽ കിട്ടും. ആദ്യം ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കോമ്പസ്വാമി മാടിനെ തീറ്റിക്കൊണ്ട് വന്നു. അവരുടെ കൂടെ വടശ്ശേരിയിൽ ഇരുന്നിട്ട് സ്വാമിയുടെ 4 കെട്ടാണ് അന്നത്തെ അവരുടെ വീട്. സ്വാമിയെ തിണ്ണയിൽ കിടത്തിക്കൊണ്ട് അവരെല്ലാം അകത്ത് കിടന്നു. രാവിലെ എണ്ണീച്ചപ്പോൾ അവരെല്ലാം വെളിയിൽ കിടപ്പുണ്ട്, സ്വാമി അകത്ത് കിടപ്പുണ്ട്. ഇങ്ങനെ ചരിത്രങ്ങൾ പല കഥകളും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് എന്ത് സാധിക്കുമെന്ന് വെച്ചാൽ നമുക്കും സാധിക്കും. അത് മനുഷ്യനാൽ സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. കാരണം മനുഷ്യൻ ഈശ്വരൻ തന്നെയാണ്. അത് നമ്മൾ അറിയുന്നില്ല, അവരറിഞ്ഞു. നമ്മൾ ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മൾ അറിഞ്ഞു വരുമ്പോഴേ എല്ലാത്തിൽ നിന്നുള്ള വിരക്ക് നമുക്ക് വന്ന് മോചനമായി ആഗ്രഹങ്ങളെ വിടണം. ഇന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹവും വിട്ട് ഇപ്പോൾ മനുഷ്യന് ഏറ്റവും ദോഷം ചെയ്യുന്ന 2 വസ്തുക്കളാണ്. ഒന്ന് സുഖം, ഒന്ന് രുചി. എപ്പോൾ രുചിയും സുഖവും വിട്ട് കഴിയുമ്പോൾ അവൻ ഈശ്വരനിലേക്ക് ലയിക്കുകയാണ്. അങ്ങനെ ഈശ്വരനായിട്ട് തീരുകയാണ് അവൻ. അവനിൽ സാധ്യമല്ലാത്ത പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഞാനത് ചില സംഗതികളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അല്ല, ഇവിടെ അങ്ങനെയൊന്നും പ്രത്യേകമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഉപാസന എന്ന് പറഞ്ഞാൽ ഞാൻ ചില സംഗതികൾ വിചാരിച്ചിട്ടുണ്ട്, അത്രയും നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴൊരു അത്യാഗ്രഹം വിചാരിച്ചിട്ടുണ്ട്. അത് ഇന്നതെന്ന് പറയുന്നില്ല. അത് അത് വളരെ പാടാണ്. ആ ഒരു സംഗതി സാധിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അത് സാധിക്കാതിരിക്കാൻ എനിക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ ആഗ്രഹിക്കരുത്. സാധിക്കുന്നതിന് മാത്രം ആഗ്രഹിക്കണം. വേണ്ടാത്തതിനെ ആഗ്രഹിച്ചാൽ തിരിച്ചടി കിട്ടും. അങ്ങനെ തിരിച്ചടി കിട്ടിയിരിക്കും. അങ്ങനെയാണ്. അന്ന് ആ കോമ്പസ്വാമിയായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാമോ? കോമ്പസ്വാമിയുടെ ശിഷ്യൻ പരമ്പര പറഞ്ഞില്ല. ആ പരമ്പരയിലെ 4ാമത്തെ ആളാണ് ഞാൻ. കോമ്പസ്വാമി സ്വയംപൂറിൻ്റെ ശിഷ്യനാണ്. പരമേശ്വരൻപിള്ള സ്വാമി ശിവജ്യോതി സർമാനന്ദ അദ്ദേഹമാണ് എനിക്ക് സന്യാസമാർഗം ഉപദേശിച്ചത്. ഉപദേശിച്ചിട്ട് പറഞ്ഞു, നീ ആർക്കും കൊടുക്കണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് എന്താ രഹസ്യമെന്ന് അറിയണം. ഞാൻ പറഞ്ഞില്ല മുൻപേ ഞാനൊരു സംഗതി പറഞ്ഞില്ല, ഞാൻ ചില സംഗതികൾ സാധിക്കുമെന്ന്. അപ്പോൾ അതിന് തടസ്സങ്ങൾ വരും. നമുക്ക് സാധിക്കാൻ ഒക്കാത്തതായിട്ട് പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല, എല്ലാം സാധിക്കാം. അപ്പോൾ വേണ്ടുന്നതേ ചെയ്യാവൂ, വേണ്ടാത്തതിനോട്ട് തലപോട്ടത്. അപ്പോൾ നമുക്ക് തിരിച്ചടി കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇവിടെ വന്ന് കുറച്ച് നേരമെങ്കിലും ധ്യാനത്തിലിരിക്കുകയോ ജപിക്കുകയോ, ജപം, ധ്യാനം, മൗനം, പൂർണ്ണത, ഇങ്ങനെയാണ്.
ജപിക്കുക, ശബ്ദമില്ലാതെ ജപിക്കുക. എന്നിട്ട് ധ്യാനത്തിന് പുറകെ മൗനം. അപ്പോൾ മൗനം വരുമ്പോൾ ആരോടും യാതൊന്നിനോടും ആശയില്ല പിന്നീട് മൗനമായി കഴിയുമ്പോൾ. എന്നിട്ട് സമാധിയാവുകയോ മരിക്കുമോ, മരിച്ചാൽ വീണ്ടും ജനിക്കുന്നു. അല്ലെങ്കിൽ സമാധിയാകണം. അതിന് പ്രയാസമാണ്. അതിനെത്രയും നമ്മൾ പാടുപെട്ടാൽ നടക്കും. പാടുപെട്ടാൽ നിശ്ചയമായിട്ട് നടക്കും. ഗുരുകൃപയുണ്ട്, നടക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് ഞാൻ മുമ്പേ പറഞ്ഞതായ ആ കുഴപ്പം കാണിക്കാൻ വേറൊരു വലിയ കുഴപ്പമാണ് പിടിച്ചത്. ആ കുഴപ്പം ജയിക്കാൻ സാധിക്കും. അതിനെനിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുക. ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായിരിക്കുകയാണ് ഇപ്പോഴും. ശരീരത്തിനൊരു കുഴപ്പങ്ങളും ദോഷങ്ങളും. അത് ഞാനൊരു സംഗതി ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അപ്പോൾ നീ അതിനോട്ട് പോകണ്ട. അതിനോട്ട് പോയാൽ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കും ഒരു സന്യാസിക്ക്. അങ്ങനെയുള്ള ആളുകൾ ഹിമാലയത്തിൽ ഇരിപ്പുണ്ട്. ഈ പ്രപഞ്ചത്തിനെ മുഴുക്ക നിയന്ത്രിക്കാൻ കഴിവുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരതിന് ഭാവിക്കാത്തത്. ഇത് നമ്മുടെ വേലയല്ല, നമുക്കിത് ആവശ്യമില്ല. ഇതെല്ലാം ഈശ്വരൻ്റെയാണ്. നീ തന്നെയാണ് സർവ്വവും. നിൻ്റെ അംശങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അട്ടയും പുഴുവും മനുഷ്യനും എല്ലാം. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ ഇതിനെ നിയന്ത്രിക്കാൻ പോയത്? ഞാൻ ഇതിനെ പിടിക്കാൻ പോയതാണ്ട് ഈ ദോഷം പറ്റും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വേണ്ടുന്നതിനെ മാത്രം ചെയ്തുകൊണ്ട് ഭഗവത് നാമങ്ങൾ ജപിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നോണം. മറ്റേതെല്ലാം ഭഗവാനിലോട്ട് വിട്ടു കൊടുത്തേക്കണം. എന്താണ് നമുക്ക് വേണ്ടത്, വേണ്ടുന്നത് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് നമ്മൾ ചെയ്യാം. വേണ്ടാത്തതിനെ പിടിച്ച് നിയന്ത്രിക്കാൻ നമ്മൾ പോകണ്ട. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഞാൻ അതിന് ഇടയ്ക്കൂടെ ഒന്ന് ഒരു വ്യത്യാസം പ്രപഞ്ചത്തിന് വരുത്തണമെന്ന് പ്ലാനിട്ടു. അതാണ് എനിക്ക് തിരിച്ചടി കിട്ടിയത്. അതെനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടാൻ കാരണം ഇതാണ്. ഇല്ലെങ്കിൽ ഞാൻ മറ്റിടത്തോട്ട് പിടിക്കും. അതിനുകൊണ്ട് അതാണ് എൻ്റെ ഗുരു പറഞ്ഞത്, നീ ആർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ടെന്ന്. പറഞ്ഞു കൊടുത്താൽ അവനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ വരും. അപ്പോൾ എല്ലാവർക്കും സാധിക്കാനൊക്കാത്തതായിട്ട് പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. നമുക്കെന്ത് വേണോ അത് സാധിക്കാം. ഇപ്പോൾ സിദ്ധികൾ കാണിക്കും. സിദ്ധികൾ കാണിക്കുന്നതിൽ വലിയ ആളാണ് പുട്ടപർത്തിയിലെ സത്യസായി ബാബ. ആ സിദ്ധികൾ കാണിച്ച് എനിക്കും അതിനകത്ത് ചില അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നെയ്യാറ്റിൻകര സായി കൃഷ്ണയിലെ അമ്മയും സാറും കൂടെ വർഷാവർഷം അവിടെ പോകും. എന്നെ ഒരു പ്രാവശ്യം എന്നെയും കൊണ്ടുപോയി. അന്ന് ഇവരുടെ വീട്ടിൽ ഞാനായിരുന്നു ഒരു മാസം. അപ്പോൾ അവിടെ സത്യസായിയുടെ അനുഗ്രഹമോ ഭാവവും ഉണ്ടോയെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. 100% ഉണ്ട്. അവർക്ക് ആ വീടിന് വേണ്ടിയിട്ട് 100% സായിയുടെ അനുഗ്രഹമുണ്ട് അവിടെ. അങ്ങനെ പരിശോധിച്ചു നോക്കി. അപ്പോൾ ഇതെല്ലാം നമ്മളിൽ സാധിക്കാത്തോ നമ്മളില്ലാത്തോ പ്രപഞ്ചത്തിലില്ല. അപ്പോൾ ഈശ്വര അംശം തന്നെയാണ് നമ്മൾ. പിന്നെ പണം ഉണ്ടാക്കുക, പണം കൂടുക, കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, അതിനോട്ട് പോകുന്നത് നമുക്ക് ദോഷവുമാണ്. നമുക്ക് പണം ആവശ്യമില്ല സത്യത്തിൽ. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് പണം വേണം, അത് വേണം, ഇതാണ്. നമുക്ക് എന്ത് വേണം, അതാണ് കൊമ്പസ്വാമിയെപ്പോലുള്ള അവധൂതന്മാർക്ക് എന്ത് വേണം അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനെ ആർക്കും തടയാൻ സാധ്യമല്ല. ഇത്രയും നേരം നമ്മൾ കോമ്പസ്വാമി സമാധി ക്ഷേത്രത്തിലാണ് സത്സംഗം ചെയ്തത്. ശരിക്കും സമാധി ക്ഷേത്രങ്ങൾ, സമാധി സ്ഥലങ്ങൾ സാധനാ കേന്ദ്രങ്ങളാണ് തന്നെയാണ്, സാധനാ കേന്ദ്രങ്ങൾ തന്നെയാണ്. ഒരു സാധകൻ, ഒരു ഉപാസകൻ അവൻ്റെ ആ ലക്ഷ്യം, ആ സത്യം തിരിച്ചറിയുക, അവനെ തിരിച്ചറിയുക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം മുൻനിർത്തിയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള സാധകർക്ക്, ഉപാസകർക്ക് എന്തുകൊണ്ടും ഈ സാധനാ കേന്ദ്രങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പ്രയോജനകരം തന്നെയാണ്. കാരണം സമാധി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ സമാധി സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ആ ഗുരുക്കന്മാർ ഇവിടെ വന്ന് ഉപാസന അനുഷ്ഠിച്ച് മൗനത്തിലിരുന്നു കൊണ്ട്
ആ സമാധി അവസ്ഥയിലേക്ക് പോയവരാണ്. ആ അൾട്ടിമേറ്റ്, ആ ബോധവുമായിട്ട് കണക്റ്റായി ആ സമാധി അവസ്ഥയിൽ ലയിച്ചവരാണ്. അപ്പം ഒരു സാധന ചെയ്യുന്ന ഒരു വ്യക്തിയും അവൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യവും ഈ ഗുരുക്കന്മാരെ പിന്തുടരുക എന്നുള്ളതാണ്. നമുക്ക് പലർക്കും അറിയില്ല, കോമ്പസ്വാമി പോലുള്ളവർ വന്ന് എന്ത് ചെയ്തു എന്നൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ അവർ അവസാനം ആ ലക്ഷ്യത്തിൽ, ആ ശുദ്ധബോധത്തിലാണ് ലയിച്ചത്. അപ്പം അവർ വന്നത് എന്തിനാണ്? നമ്മളെ ഇത് കാണിച്ച്, ഇതാണ് നിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അവർ ജീവിച്ച് കാണിച്ച്, അവരുടെ ജീവിതം മുഴുവനും, ഓരോ നിമിഷവും അവർ ജീവിച്ചത് മുഴുവനും നമുക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ത്യാഗം മുഴുവനും നമ്മളെ ഉന്നമനത്തിലേക്ക്, ആ ഒരു ശുദ്ധബോധത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോ മഹത്തുക്കളും എത്തിയിട്ടുള്ളത്, ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ സാധകർ, ഉപാസകർക്ക് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ സമാധി സ്ഥലങ്ങളിൽ പോവുക. അവർ എന്താണോ പ്രാക്ടീസ് ചെയ്തത് അതിനെ നമ്മളും പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും സമയം കിട്ടുമ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള സമാധി ക്ഷേത്രങ്ങൾ, സമാധി സ്ഥലങ്ങൾ സന്ദർശിക്കുക. അത് അവരുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമായിട്ട് കാണുക. എന്നാലേ നമുക്ക് മുന്നേ പോയ ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ നമുക്ക് വേണ്ടി ത്യജിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഈ ഋഷി ഋണം എന്ന് പറയുന്ന ആ ഒരു ഇത് നമുക്കും വേണം. നമ്മളും അതിനെ പ്രാക്ടീസ് ചെയ്യണം. അവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു ആദരവ്, ഒരു ബഹുമാനം അത് തന്നെയാണ്. എല്ലാവരും കന്യാകുമാരി ജില്ലയിലെ ഈത്താമൊഴി എന്ന് പറയുന്ന ഈ സ്ഥലത്തെ കോമ്പസ്വാമി സമാധിയിൽ വരിക. ഇവിടുത്തെ ഈ ഒരു സൈലൻസ്, ഈ ഒരു ശാന്തതയെ അനുഭവിക്കുക. കോമ്പസ്വാമികളുടെ ഊർജത്തെ നമ്മളിലേക്ക് സ്വീകരിക്കാൻ ശ്രമിക്കുക. ഇവിടെ വന്ന് കുറച്ച് നേരം മൗനമായിട്ടിരുന്ന് അതിനെ ഉൾക്കൊള്ളുക. അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അങ്ങനെ ഓരോ സാധകർക്കും, ഓരോ ഉപാസകർക്കും സാധിക്കട്ടെ. ഇവിടെ ഇത്രയും നേരം വൈസ് പ്രസിഡൻ്റ് ആവട്ടെ, ഇവിടുത്തെ സ്വാമി പൂജാരി സ്വാമി ആവട്ടെ, ഹരിഹരൻജി ആവട്ടെ, ഇവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മീറ്റ് മീ ചാനലിൻ്റെ വകയും നമ്മുടെ പ്രേക്ഷകരുടെ വകയായിട്ട് നന്ദിയും കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അവരവരുടെ ആ സാധന എല്ലാവരുടെയും, ഈ പറഞ്ഞവരുടെ എല്ലാവരുടെയും, ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെയും സാധന അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. കോമ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.
ഓ